നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ബാസിൽ എന്താണ് സംഭവിക്കുന്നത്? എല്ലാം പോസിറ്റീവ് ആണ് എന്നല്ല അവിടുന്ന് ലഭിക്കുന്ന സൂചനകളൊക്കെ. അതായത് റൊണാൾഡോ റൗഹോയെ നിലനിർത്താൻ ഹൻസി ഫ്ലിക്ക് ആഗ്രഹിച്ചു, എന്നിട്ടും എനിക്ക് പോകണം എന്ന് പറഞ്ഞ ആൾ പോയി. ഫെറാൻ ടോറസ് ബാഴ്സക്ക് തന്നെ വേണമെങ്കിൽ അവരത് തെളിയിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പ്രസ്താവനയൊക്കെ നടത്തി. ഞാൻ പോവുകയാണെന്ന് ബാഴ്സയെ അറിയിച്ചു. അപ്പം PSG എല്ലാ കാര്യങ്ങളിലും അയാൾ എഗ്രിമെൻറ്റിലെത്തി. എന്നിട്ടിപ്പോൾ PSG ബാഴ്സയെ കോൺടാക്ട് ചെയ്തിരിക്കുകയാണ് ഈ ട്രാൻസ്ഫർ ഫീയുടെ കാര്യത്തിൽ തീരുമാനമാവാൻ. കഴിഞ്ഞില്ലെന്നേ. ഇപ്പോൾ ഇന്നലെ ഒരു ഇറ്റലിയിൽ നടന്ന ഒരു ചെറിയ ടൂർണമെൻ്റ് ഉണ്ടല്ലോ, അതിന് പോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് തിരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് റൂണി ബർദയും കസേഡയും അറിയുന്നത് തങ്ങൾ ടീമിലില്ല, സ്കോഡിലില്ല എന്നുള്ളത്. അവർ ഈ സീസണിൽ പ്ലാനിലില്ല എന്നുള്ളത് അവർക്ക് നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടൂറിന് ഉണ്ടാവുമെന്ന് അവർ കരുതിയതാണ്. പക്ഷേ അവരോടൊന്നും നേരിട്ട് ഹൻസി ഫ്ലിക്ക് സംസാരിച്ചിട്ടില്ല. അതിൽ വലിയ രൂപത്തിൽ വിഷമമുണ്ടായി റൂണിക്കൊക്കെ. റൂണി അത് സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കുന്നത്. അതാ പറയുന്നത്, എന്താണ് അവിടെ നടക്കുന്നത്? കാര്യങ്ങൾ അത്ര സ്മൂത്ത് അല്ലല്ലോ. നോക്കുക, ഇപ്പോൾ ഇന്നലെ വളരെ കൃത്യമായിട്ട് ബാഴ്സയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്ന കാർലോസ് മോൺഫോർട്ട് ഒരു കാര്യം അറിയിച്ചു. നീദർ റൂണി ബർദഗി നോർ കസാഡോ ന്യൂ എബൌട്ട് ഫ്ലിക്സ് ഡിസിഷൻ ടു ലീവ് ദം ഔട്ട് ആൻഡ് കീപ് ദം ഇൻ ബാഴ്സലോണ. ഇറ്റ് വാസ് എ സർപ്രൈസ് റൈറ്റ് ബിഫോർ ഹെഡിങ് ടു എയർപോർട്ട്. അപ്പോൾ നിങ്ങൾ ബാഴ്സലോണയിൽ തന്നെ നിന്നോളൂ, ടീമിനോടൊപ്പം ഇറ്റലിയിലേക്ക് വരണ്ട എന്നുള്ളത് റൂണിയും അതുപോലെ തന്നെ കെസാഡോയും നേരത്തെ അറിഞ്ഞിരുന്നില്ല. എയർപോർട്ടിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് മാത്രമാണ് അവരിത് അറിഞ്ഞത്. അവർക്കറിയാമായിരുന്നു അവർ ഈ സീസണിലേക്കുള്ള പ്ലാനിലില്ല എന്നുള്ളത്. പക്ഷേ ഈ ഡിസിഷന് അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ വളരെ പോസിറ്റീവായിട്ടല്ല അത് എടുത്തിട്ടുള്ളതെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ഉടൻ തന്നെയാണ് റൂണിയുടെ വക ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റുകളൊക്കെ വന്നു തുടങ്ങിയത്, സ്റ്റോറിയൊക്കെ വന്നു തുടങ്ങിയത്. ഗോഡ് ഈസ് വിത്ത് മീ, ദൈവം എന്നോടൊപ്പം ഉണ്ട്, എനിക്ക് ഒന്നിനെയും പേടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു. പിന്നെ ഡെഡ് ഓർ എലൈവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൂണി വാണ്ടഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അടുത്ത സ്റ്റോറി ഇട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ദുരൂഹമായ രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കണ്ടു. പിന്നെ ഇവിടെ റൊണാൾഡോ റൗഹോയുടെ കാര്യം ഒന്നുകൂടി വളരെ വ്യക്തമാണ്. റൊണാൾഡോ റൗഹോയെ ടീമിൽ നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഹൻസി ഫ്ലിക്ക്. പക്ഷെ അങ്ങനെ ആഗ്രഹിച്ചിരുന്നെങ്കിലും റൊണാൾഡോ റൗഹോ അങ്ങോട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ പോവുകയാണ്, എനിക്ക് പോകണം. അതായത് റൊണാൾഡോ റൗഹോയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പോകണം, ഞാൻ പുറത്തു പോകുന്നതാണ് നല്ലത്, അതാണ് എനിക്കും നല്ലത്, ബാഴ്സയ്ക്കും നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഇപ്പം ജെറാർഡ് റൊമേറോ ഒക്കെ റിപ്പോർട്ട് ചെയ്തത്. റൊണാൾഡോ റൗഹോ ഹിംസെൽഫ് വാസ് ദി വൺ ഹൂ റിക്വസ്റ്റഡ് ടു ലീവ് ബാഴ്സലോണ. ഹി വാസ് തിങ്കിങ് അബൌട്ട് ഇറ്റ് സിൻസ് എ ലോങ് ടൈം എഗോ. അദ്ദേഹം ഒരു ലോണ് ഡീൽ കൺസിഡർ ചെയ്യുന്നു, അതാണ് അദ്ദേഹത്തിനും ക്ലബിനും നല്ലത് എന്നാണ് അദ്ദേഹം അറിയിച്ചതെന്ന് ജെറാർഡ് റൊമേറോ റിപ്പോർട്ട് ചെയ്തു. ഏതായാലും അത് ഒരിക്കലും ഹൻസി ഫ്ലിക്ക് പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു, അങ്ങനെ പറഞ്ഞിട്ടൊരു താരം പോകുമെന്ന്. അതുപോലെ തന്നെ ഫെറാൻ ടോറസിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നു. ഫെറാൻ ടോറസ് വേൾഡ് കപ്പൊക്കെ ജയിച്ചതിന് ശേഷം ബാഴ്സയെ തുടരുന്ന എല്ലാവരും കരുതിയെങ്കിലും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല, എനിക്ക് പോകണം എന്ന രൂപത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹം ആ ഒരു കാര്യത്തിൽ നടത്തിയത്. എന്തായാലും ഇപ്പോൾ കസാഡോയും റൂണിയോടും എന്താണ് സംസാരിക്കാതിരുന്നത് എന്നതിനെക്കുറിച്ച് ഹൻസി ഫ്ലിക്ക് പറയുന്നുണ്ട്. ഒരിക്കലും അത് അത്ര ഈസി ആയിരുന്നില്ല കസാഡോയും റൂണിയോടും അവരുടെ ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷേ എനിക്കത് പറഞ്ഞേ പറ്റൂ എന്നുള്ളതായിപ്പോയി. ഈ കാര്യങ്ങൾ സംഭവിക്കാം ഇങ്ങനെയുള്ള ക്ലബ്ബുകളിൽ. എസ്പെഷ്യലി നമുക്ക് ഒരുപാട് ലാമാസിയ പ്ലേയേഴ്സ് ഉണ്ട്, അവർക്ക് സ്പേസ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ചിലപ്പോൾ ഒഴിവാക്കേണ്ടി വരും എന്നാണ് കോച്ച് പറഞ്ഞത്. സോ എല്ലാം സ്മൂത്ത് അല്ല എന്നുള്ളതിൻ്റെ ചില സൂചനകൾ ബാഴ്സലോണയിൽ നിന്ന് വരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.